അങ്ങനെ സന്തോഷ് പണ്ഡിറ്റും വിഷം ചീറ്റി തുടങ്ങി. മലയാള സിനിമയിൽ 3 മാഫിയകളുണ്ടെന്നും അതിലൊന്ന് മട്ടാഞ്ചേരി മാഫിയയാണെന്നും അത് ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകൃതമായതെന്നുമാണ് സന്തോഷിന്റെ വാക്കുകൾ. ഇവരൊന്നും സിനിമ ചെയ്യുന്നത് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനല്ല, മറിച്ച് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ സിനിമയെ ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ആരോപണം. ഈ മാഫിയാകട്ടെ മോഹൻലാൽ, സുരേഷ് ഗോപി, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ ഒരു വിഭാഗം താരങ്ങൾക്കെതിരെ നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കുകയും സിനിമയ്ക്ക് വേണ്ടി വിദേശ പണം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ആരോപണം. തന്റെ സന്തോഷ് പണ്ഡിറ്റ് ഷോ എന്ന പരിപാടിയിലാണ് ഈ വിഷയം മാത്രം ഉദ്ധരിച്ച് പണ്ഡിറ്റ് ഒരു എപ്പിസോഡ് പുറത്തുവിട്ടിരിക്കുന്നത്. സന്തോഷ് പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. സിനിമയിൽ തിരുവനന്തപുരം, എറണാകുളം, മട്ടാഞ്ചേരി 3 മാഫിയകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ തിരുവനന്തപുരം മാഫിയ കഥാസിനിമകൾ ചെയ്യുമ്പോൾ എറണാകുളം മാഫിയ എന്റർടൈൻമെന്റ് സിനിമകളാണ് ചെയ്യുന്നത്. എന്നാൽ 2014 കാലഘട്ടത്തിൽ രൂപീകൃതമായ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് മുതൽ മുടക്ക് തിരിച്ചു കിട്ടണമെന്ന് പോലുമില്ല, മറിച്ച് അവർ ചില അജണ്ടകൾ നടപ്പിലാക്കാനാണ് സിനിമ ഉപയോഗിക്കുന്നത്. ഇവരുടെ 2014 മുതലുള്ള സിനിമകൾ വിലയിരുത്തിയാൽ ഇത് മനസ്സിലാകുമെന്നുമാണ് സന്തോഷ് വാദിക്കുന്നത്. ഇവർക്ക് ഇത്തരം സിനിമകൾ ചെയ്യാൻ വിദേശത്തു നിന്നും പണം വരുന്നുണ്ട്. വാര്യം കുന്നത്ത് എന്നൊരു സിനിമ മട്ടാഞ്ചേരി മാഫിയയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, ഈ സിനിമാ നിർമ്മാണം ചർച്ചയായപ്പോൾ ഇത്തരം വിദേശ പണത്തെക്കുറിച്ചുകൂടി അന്വേഷണം ഉണ്ടാകുമെന്ന ഭയന്നാണ് ഇത് ഉപേക്ഷിച്ചതെന്നും സന്തോഷ് പറയുന്നു. മലയാള സിനിമയിൽ 3 തരം മാഫിയ. ഒന്ന് തിരുവനന്തപുരം മാഫിയ, ഒന്ന് എറണാകുളം മാഫിയ, ഒന്ന് ഈ മട്ടാഞ്ചേരി മാഫിയ. ഇങ്ങനെ 3 മാഫിയയാണ് മലയാള സിനിമയിലെ മാഫിയകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ കോഴിക്കോട്ട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ മലബാർ ഏരിയക്കാർക്ക് കോഴിക്കോട് മാഫിയ, മലപ്പുറം മാഫിയ, കണ്ണൂർ മാഫിയ എന്നിട്ട് ആരും പറയാറില്ല. ഞങ്ങളെ ഭാഗ്യം അതാണ് നിൽക്കട്ടെ. ആരംഭകാലത്ത് നമ്മളെ സത്യൻ സാറായാലും പ്രേംനസീർ സാറായാലും അല്ലെങ്കിൽ ജയൻ സാറിനെ ഇവരൊന്നും കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാഫിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു 1990കളുടെ ആ സമയത്താണ് തിരുവനന്തപുരം മാഫിയും എറണാകുളം മാഫിയും ഉണ്ടാകുന്നത്. അതിന് ഒരു കാരണം കുറച്ചുകൂടി ഈ സീരിയൽസ് എല്ലാം കൂടുതൽ ബേസ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആയതുകൊണ്ട് അവർ പലപ്പോഴും തിരുവനന്തപുരം ബേസിലുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം മാഫിയക്കെതിരെ പറയുന്നവർ പറയുന്നത്. എന്താവട്ടെ, കാരണം 90-നൊക്കെ ശേഷമാണ് കൂടുതൽ സീരിയൽസ് എല്ലാം വരാൻ തുടങ്ങിയത്. അതേസമയം എറണാകുളത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഇവർ ഈ എറണാകുളം മാഫിയയും വന്നിട്ടുണ്ടായി. കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ സിനിമയുടെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഥാചിത്രങ്ങൾ നമ്മളിപ്പോൾ ഓർത്തിരിക്കുന്ന നല്ല സിനിമകൾ വന്നത് പലപ്പോഴും തിരുവനന്തപുരം മാഫിയയിൽ നിന്നാണ്. മറിച്ച് കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് മിമിക്രിക്കാർക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ കൂടുതൽ വന്നിരിക്കുന്നത് എറണാകുളം മാഫിയാണ്. ഓക്കെ, ഈ 2 മാഫിയയും ഇതാണ്. അതേസമയം 2013-14 കാലഘട്ടത്തിൽ വന്ന ഒരു മാഫിയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ അവർ ഒരു കൃത്യമായ അജണ്ട വെച്ച് സിനിമ ചെയ്യുന്നവരാണ്. അല്ലാതെ എന്റർടൈൻമെന്റിനേക്കാൾ അവർക്ക് മുടക്ക് മുതൽ തന്നെ തിരിച്ചു കിട്ടണമെന്നില്ല. എന്നാൽ ഇതൊക്കെ പറയുന്ന സന്തോഷ് ഇതിലൊന്നും തെളിവില്ലെന്ന് കൂടി പറയുന്നുണ്ട്. തനിക്ക് തന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാക്കിയതാണെന്നാണ് സന്തോഷ് ഇത് സംബന്ധിച്ച് പറയുന്നത്. എന്നിരുന്നാലും സന്തോഷിന്റെ ഈ ആരോപണം വളരെ ഗൗരവമാണ്. ഈ ആരോപണം ശരിയെങ്കിൽ നടപടി എടുക്കേണ്ടത് തന്നെ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം, അതായത് വിദ്വേഷ പ്രസ്താവന നടത്തിയ സന്തോഷ് പണ്ഡിറ്റിനെതിരെ കേസെടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് ആരും ഇതിന് പ്രതികരിക്കാൻ എത്തിയിട്ടില്ല. ഈ ഉണ്ട, പുഴു എന്നീ സിനിമകൾ തിരക്കഥാകൃത്ത് ഈ വ്യക്തിയായിരുന്നു ഈ വാര്യം കുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹമായിരുന്നു. നമ്മൾ ആ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു. പക്ഷെ കുറച്ച് പേര് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഫോറിന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആളത് ഒഴിയാണ് ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം അതിന് കൂടുതൽ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതിയിട്ടാണോ, ഇനി അതല്ല സ്വാഭാവികമായിട്ടും ഓക്കെ ചിലർ എതിർത്തല്ല ഞാനും വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് വിചാരിച്ച് അവർ ആ സിനിമ ഒഴിവാക്കിയതാണ്. അപ്പോൾ വാര്യം കുന്നൻ പോലുള്ള ഒരു ആളെ ഒരു സ്റ്റോറി പറയണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഈ തിരക്കഥാകൃത്ത്. എൻലൈറ്റ് ന്യൂസ്, കൊച്ചി.